ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണ്. സോ ലെറ്റ്സ് ടു വാച്ച് ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും ആദ്യം ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് ആദ്യം തന്നെ പറയാം. കൊത്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. അപ്പം ഈ ഒരു ഐറ്റം സംഭവം പണ്ട് എന്ന് പറയുമ്പോൾ ജില്ല കുറച്ച് നാളുമ്പോൾ ട്രെൻഡിങ് ആയതാണ്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വീട്ടിലുണ്ടായിരുന്ന വെജീസൊക്കെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം ഉണ്ടായിരുന്നുള്ളതാകെ, അതായത് ടൊമാറ്റോയും ക്യാബേജും. അപ്പോൾ അത് രണ്ടും കുനുകുന അരിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഇതിലേക്ക് ചീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ഐറ്റംസൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് ആഡ് ചെയ്തത്. അപ്പോൾ എഗ്ഗ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എഗ്ഗ് ആഡ് ചെയ്തു. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല ടേസ്റ്റിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല കുക്ക് ചെയ്യുന്നത്, എന്നാലും എപ്പോഴും ഒന്നും കുക്ക് ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സ്പെഷ്യലുകൾ ഉണ്ടാക്കാറുണ്ടെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മളതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള മസാല സംഭവങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. മസാല ഇട്ട് അധികം ഒന്നും ഇടുന്നില്ല. ഞാൻ ആകെ 2 എണ്ണം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആകെ കുറച്ച് ചില്ലി പൗഡർ ഉണ്ട്, അതും ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാലയുടെ പൗഡർ ഇടുന്നുണ്ട്. കാരണം ചിക്കൻ മസാലയുടെ പൗഡർ ഇടുമ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവർ അടുത്തേക്ക് കൂടി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത്. പിന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരളവിലാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൽ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇൻഗ്രീഡിയൻസിൻ്റെ എഴുതി കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ക്ഷമിക്കുക. എല്ലാം ഒരു കൈക്കണക്കിൻ്റെ ബലത്തിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ആഡ് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ സോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചപ്പാത്തി ഇട്ട് കൊടുക്കുക. അപ്പം അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി നമ്മൾ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കൊത്ത് ചപ്പാത്തിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഇതും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതിലേക്ക് ഞാൻ ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഉള്ളി, കുറച്ച് മല്ലിയില, അതൊരു ഗാർണിഷിന് വേണ്ടി മാത്രം. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും വീഡിയോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.